അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കണം. അമ്മ ആകെ വിഷമിച്ചിരിക്ക. കുറച്ച് ദേഷ്യമുണ്ട്. പക്ഷെ അമ്മ ദേഷ്യം കാണിക്കുന്നതില് ഒരിക്കലും അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അമ്മയോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച ഒക്കെ ശാന്തമാവും. അമ്മയുടെ മനസ്സ് വീണ്ടും കലങ്ങിപ്പോവാൻ അച്ഛൻ സാഹചര്യം ഉണ്ടാക്കരുത്. അമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് വാശി പിടിക്കുക. ഇവിടെ നടന്ന സംഭവങ്ങൾ അമ്മ അത്രയ്ക്ക് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ദേഷ്യം കാണിക്കില്ല. സത്യം പറഞ്ഞ ഒരു പുതിയ അമ്മ ഈ വീട്ടിൽ കിട്ടിയിരിക്കുക ഇപ്പോ. അതിന്റെ സന്തോഷം ഈ വീട്ടിലാകെ ഉണ്ട്. ആ സന്തോഷം നിലനിർത്താൻ അച്ഛനെ കൊണ്ടേ പറ്റൂ. അച്ഛന്റെ അമ്മയുടെയും സ്നേഹവും സന്തോഷവും കണ്ട് ഞങ്ങൾക്ക് പലതും പഠിക്കാനുണ്ട്. അച്ഛാ, അമ്മയോടൊന്ന് സംസാരിക്കണം. ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒക്കെ നേരെയാവും. ഞാൻ സംസാരിക്കാം മോളെ. സത്യമായിട്ട് സംസാരിക്കോ? മോളോട് ഞാൻ കള്ളം പറയൂ? ഞാൻ സംസാരിക്കാം. മോള് പറഞ്ഞ പോലെ പ്രഭയുടെ മനസ്സിപ്പോ സന്തോഷത്തില. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ആ സന്തോഷം ഇല്ലാതാക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പ്രഭയോട് കാര്യങ്ങൾ സംസാരിക്കാം. താങ്ക് യു അച്ഛാ, താങ്ക് യു. നിന്റെ ഈ നല്ല മനസ്സ് ഈ വീടിന്റെ ഐശ്വര്യ മോളെ. എനിക്ക് പ്രഭയോട് ഒരു പിണക്കവുമില്ല. ജീവന്റെ പാതി എന്ന് പറയുന്ന ഭാര്യയോടും അതുപോലെ തന്നെ ഭർത്താവിനോടും ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിച്ചാലേ കുടുംബ സന്തോഷത്തോടെ പോകൂ, അല്ലേ? ഇപ്പൊ തന്നെ പ്രഭയോട് സംസാരിക്കാം. എന്താ പോരെ? സാറേ, ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. 1200 രൂപ. ഒരു നേരത്തെ ഭക്ഷണത്തിന് 1200 രൂപയോ? ആയിട്ടുണ്ടേ. ആ, ഒന്നേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് 1200 രൂപയോ? ഇതിനാണല്ലേ നീ എന്നത് പൈസ വാങ്ങിച്ചത്? നോക്ക്, ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നുമില്ല. ഉണ്ടല്ലോ, പണം കായ്ക്കുന്ന മരം ഉണ്ട്. മരത്തിന്റെ പേര് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തൻ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.